മഹാന്മാർക്ക് ലഭിക്കുന്ന ആദരവാണ് മഹത്വം. നമ്മുടെ പ്രേയേഴ്സ് അഥവാ പ്രാർത്ഥനകളിൽ എല്ലാം പ്രയർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ പി അഥവാ പ്രൈസ് അഥവാ മഹത്വീകരണം കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ മഹാമധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ 17-ാം അധ്യായം താങ്കൾ തീർച്ചയായും വായിച്ചിരിക്കണം. അവിടെ മഹത്വം എന്ന വാക്കിനെ പറ്റി ഒരു നല്ല വിശദീകരണം തന്നിട്ടുണ്ട്. ഇത്രയും മഹത്വം ഉള്ളവനും ഭൂമിയെയും വാനത്തെയും സകല ചരാചരങ്ങളെയും ചമച്ചവനായ അത്യുന്നതനായ ഈ ദൈവത്തെ നാം വാഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പാടണം: വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ എന്ന ഗാനം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ